ടൈറ്റാനിക് സിങ്ക് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ റൈറ്റ് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. ഡേറ്റും ടൈമും ഒക്കെ മെൻഷൻ ചെയ്തിട്ട് അവരുടെ കോൺവെർസേഷൻ ആണ് ഇത് മൊത്തം അവർ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സെക്ഷനിൽ അവർ കൊടുത്തിരിക്കുന്നത്. ടൈമൊക്കെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15 ഏപ്രിൽ 1912 നടന്ന ആ കോൺവെർസേഷൻ ആണ് ഈ ഒരു ലാസ്റ്റ് മെസ്സേജസ് എന്ന രീതിയിൽ ഇവർ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത്. പല മെസ്സേജസും ഈ ഒരു സ്ഥലത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ദ ലാസ്റ്റ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നത് അതാണ്. I had the baby and the baby was crying all night, so finally we touched the water and we were rowing. There was a light in the distance and the captain said, now men rowed. സിങ്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു വിഷ്വലൈസേഷനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അതിലുണ്ടായിരുന്ന മേരി സ്ലോൺ, അതുപോലെ മാർഗരറ്റ് ബ്രൗൺ, അവരുടെ പിക്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് സർവൈവേഴ്സിന്റെ കാര്യങ്ങളാണ്. അതിൽ സർവൈവ് ചെയ്ത ഒത്തിരി പേരുണ്ടായിരുന്നു. അവരുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ശരിക്കും ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ദുരന്തത്തിൽ സർവൈവ് ചെയ്യുന്നു പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണല്ലേ. അത്രയും വലിയൊരു ഷിപ്പ് ആ ഒരു കടലിലേക്ക് മുങ്ങി താഴുന്ന സമയത്ത് അതിൽ ഒരുപാട് പേരുടെ ജീവൻ പൊലിയുകയും ചെയ്തിരുന്നു, ഒരുപാട് പേര് രക്ഷപ്പെടുകയും ചെയ്തിന്. അതൊരു മഹത്തായ ഒരു കാര്യമാണ്. റീബർത്ത് തന്നെ പറയാം. അവരുടെ ആ സമയത്ത് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്യൂണറൽ ഫംഗ്ഷനും പിന്നെ അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ അവർ കൊടുത്തിരിക്കുന്നത്. ദ ബറിയൽസ്, അവരെ അടക്കിയ സ്ഥലത്തിൻ്റെ പിക്ചേഴ്സൊക്കെയാണ് ഈ കാണുന്നത്. ആ സമയത്ത് യൂസ് ചെയ്ത ലൈഫ് ജാക്കറ്റിന്റെ ഒരു റിമൈനിങ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ടൈറ്റാനിക് ദുരന്തത്തിൽ മരിച്ചവരുടെ പേര് വിവരങ്ങളാണ് ഈ പുറകിൽ കൊടുത്തിരിക്കുന്നത്. Finally we touched the water and we were rowing. There was a light in the distance and the captain said, now men row to this night and your ship come back and pick up more passengers. Our men rowed and rowed. ഇത് ആ ഒരു ട്രാജഡി നടന്നതിന് ശേഷമുള്ള ഒരു പേപ്പർ കട്ടിംഗ് ആണ്. ടൈറ്റാനിക് ഡിസാസ്റ്റർ, ഗ്രേറ്റ് ലോസ് ഓഫ് ലൈഫ്, ഈവനിങ് ന്യൂസിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഇത് ആ സമയത്ത് അവർക്ക് റിലീഫ് ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പിക്ചേഴ്സാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അവരുടെയൊക്കെ പേര് വിവരങ്ങളാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് ഈ കാണുന്നത്. പിന്നെ വിറ്റ്നസ്സും അവരുടെയൊക്കെ പേര് വിവരങ്ങളും എന്തൊക്കെയാണ് നടന്നതും അത് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ കാണുന്നത്. പിന്നെ ഈ ട്രാജഡിക്ക് ഉണ്ടായ റീസൺ ഒന്ന് അവർ പറയുന്നത് വെതർ കണ്ടീഷൻ ബാഡായിരുന്നു, അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് എന്നാണെന്ന് പറഞ്ഞത്. പിന്നെ ഐസ് വാർണിങ്സ് ഉണ്ടായിരുന്നു. അതും അത് പ്രയോറിറ്റൈസേഷൻ മെസ്സേജിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഓൾറെഡി പറഞ്ഞു ഐസ് വാർണിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ലാക്ക് ഓഫ് ബൈനാക്കുലേഴ്സ് വളരെ കുറവായിരുന്നു. സോ ഇവർക്ക് ദൂരെയുള്ള ഒരു ഐസ്ബർഗ് ഒന്നും അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതും ഒരു കാരണമായിട്ട് ഇവർ പറയുന്നുണ്ട്. പിന്നെ ബോട്ടിൻ്റെ സ്പീഡിനെ കുറിച്ചിട്ടും ഇവർ പറയുന്നുണ്ട്. അത് ഹൈ സ്പീഡ് ഡെസ്പൈറ്റ് വാർണിങ്സ്, അതായത് ഐസ് വാർണിങ്സിനെ മറികടന്നിട്ട് ടൈറ്റാനിക് എന്ന കപ്പൽ അത്രയും സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടുണ്ടായിരുന്നത്. സോ അതും ഒരു റീസൺ ആയിരുന്നു. പിന്നെ പറയുന്നത് ഫ്ലഡിങ്ങും ഒരു റീസൺ ആയിരുന്നു. ഈ ഒരു ട്രാജഡിക്ക് പിന്നിൽ അതും ഒരു റീസൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ അവർ പറയുന്നത് ലൈഫ് ബോട്ട്സ് വളരെ കുറവായിരുന്നു. കാരണം ഇത്രയും വലിയൊരു കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്നുള്ളൊരു ധാരണ, പിന്നെ ഇവാക്വേഷൻ ചെയ്യാനുള്ള അസൗകര്യങ്ങളും ഇവർ കണക്കിലെടുത്തു. അതിനൊക്കെയാണ് ഇത്രയും ആൾക്കാർ മരണപ്പെടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്.
അതുകൂടാതെ ഡിസ്റ്റൻസ് കോൾസും ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനും ഇതിൻ്റെ ട്രാജഡിക്ക് ഒരു കാരണമായി. സോ ഇതൊക്കെയാണ് ഈ ടൈറ്റാനിക് മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ. നമ്മളൊരു പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തത്, കാരണം അതിന് മാത്രം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനും അറിയാനൊക്കെ വേണ്ടിയിട്ട്. മ്യൂസിയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം. സോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഇറ്റ്സ് അഞ്ജലി അശ്വിൻ സൈനിങ് ഓഫ്. ബൈ.